എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് നേരെ വന്നത് വല്യമ്മയുടെ വീട്ടിലോട്ടാണ്. വല്യമ്മയുടെ വീട്ടിൽ വന്നാൽ പിന്നെ എനിക്ക് നല്ല സുഖമാണ്. അവിടെ ജോലിയൊന്നും ചെയ്യേണ്ട, വല്യമ്മയും ചേച്ചിമാരും ഒക്കെ ആയിട്ട് ചെയ്തോളും. എനിക്കവിടെ ചുമ്മാ ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ മതി. എല്ലാം ഇങ്ങനെ സമയത്ത് ഇങ്ങനെ കിട്ടിക്കോളും. അങ്ങനെ ചായയും പിന്നെ പൊരിപ്പ് വിജുവണ്ണം മേടിച്ചുകൊണ്ട് വന്ന് പൊരിപ്പ് കഴിച്ചുകൊണ്ട് ഇരുന്നപ്പോഴാണ് പിന്നെ വല്യമ്മ അപ്പുറം പോയി ചക്കയും മാങ്ങയൊക്കെ അടത്തിക്കൊണ്ട് വന്ന് പിന്നെ ദാണ്ട കുറച്ച് മുളകും അതെല്ലാം പിച്ചിക്കൊണ്ട് വരുന്നു. മോളാണെങ്കിൽ കാല് ഒക്കെ ഉരച്ച് വാരിയിട്ട് രണ്ടും കൂടെ ഓടി കളിച്ചിട്ട് ഉരച്ച് വാരി അവിടെ ഇരിക്കുന്ന അതാണ് കാണുന്നത്. കുറച്ച് ഉരഞ്ഞിട്ടുണ്ട് കാല്. ദാണ്ട വിക്രമായത്തിന് വേതാളവും പോകുന്നു. നമുക്ക് പാർവതി എൻ്റെ മോനും കൂടെ പോകുന്നു. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇല്ല തുറന്ന് കിടക്കുകയില്ലേ, പിള്ളേർക്ക് ഓടിയൊക്കെ കളിക്കാൻ നല്ല സുഖമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചേട്ടൻ വൈകുന്നേരം വന്നിട്ട് ചേട്ടൻ വന്നപ്പോഴത്തേക്കും പിന്നെ സാധനങ്ങളെല്ലാം ഡിക്കിക്കകത്ത് കൊണ്ടുവയ്ക്കണം. വെറും കൈയോടെ വന്നിട്ട് കുറേ സാധനങ്ങളുമായിട്ട് ഞങ്ങൾ പോയാണ്. അമ്മായി ചക്ക എവിടെ കണ്ടാലും വിടത്തില്ല. അങ്ങനെ പണ്ടൊക്കെ എന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു. ചേട്ടന് പാരിപ്പള്ളിയിൽ ജോലിയായിരുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ വരുമായിരുന്നു. ഇപ്പം പിന്നെ ഇവരും ഇങ്ങോട്ട് വരത്തില്ല. ഞങ്ങളും ഇപ്പോൾ കുറേ ആയി അങ്ങോട്ടൊക്കെ പോയിട്ട്. അപ്പം എല്ലാവരെയും കണ്ടത് നല്ല സന്തോഷമുണ്ട്, നല്ല ജോളിയായിരുന്നു. അങ്ങനെ ദാണ്ട ലെച്ചൂസ് നമുക്ക് ടാറ്റയൊക്കെ പറഞ്ഞ അവിടെ നിൽക്കുകയാണ്. ചേച്ചിയും വല്യമ്മയും അണ്ണനും എല്ലാം ഇവിടെ ടാറ്റ പറയുന്നു. പിന്നെ പോയി നമ്മൾ കൊല്ലത്ത് എത്താൻ നേരം അവർക്ക് ഇത് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞ് ഐസ്ക്രീം മേടിക്കാനായിട്ട് വന്നപ്പോഴത്തേക്കും പിന്നെ എൻ്റെ കൈ നിൽക്കത്തില്ലെന്ന് മനസ്സിലായി. എന്ന് വെച്ചാൽ എല്ലാം അതും ഇതും എല്ലാം വാരിയെടുക്കാൻ നോക്കി. അങ്ങനെ ഞാൻ ചേട്ടനെ വിളിച്ച് പിന്നെ ചേട്ടനാണ് ബില്ലെല്ലാം പേയ്മെൻറ്റ് ചെയ്തത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ.